ഹലോ ഡിയേഴ്സ്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രേം കെ സിവ ഔർ കുച്ച് നെഹീം എന്ന ഒരു ഡയറിയാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. അത് നമ്മൾ ഡയറി സ്റ്റാർട്ട് ചെയ്തു. ജസിന്ത കെർക്കറ്റിൻ്റെ ഹോസ്പിറ്റലിലുണ്ടായ ഒരു അനുഭവം നമ്മളന്ന് ഡിസ്കസ് ചെയ്തു അല്ലേ. ഓക്കെ, ഇന്ന് നമ്മളതിൻ്റെ ബാക്കിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അന്ന് ഡിസ്കസ് ചെയ്തത് ഒരു വ്യക്തിക്ക് 20 രൂപ കൊടുത്ത് സഹായിച്ച ഒരു കഥയായിരുന്നു അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. दूसरे दिन बहुत सुबह फिर कोई रिपोर्ट लेने दूसरी तरफ मेरी छोटी बहन को जाना पड़ा. दूसरे दिन बहुत सुबह फिर कोई റിപ്പോർട്ട് ലേനെ. ദൂസരെ ദിൻ അടുത്ത ദിവസം, പിറ്റേന്ന്, ബഹുത്ത് സുബഹ് അതിരാവിലെ, ഫിർ കോയി റിപ്പോർട്ട് ലേനെ വീണ്ടും മറ്റൊരു റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടി, ദൂസരി തരഫ് മേരി ചോട്ടി ബഹൻ കോ ജാനാ പടാ, മറ്റൊരു ഭാഗത്തേക്ക് എൻ്റെ ചെറിയ സഹോദരിക്ക് പോകേണ്ടി വന്നു. മേരി ബഹനെ നന്നി ബച്ചിക്കോ ഗോതുമേ ലേ രഖാത, എൻ്റെ സഹോദരി ചെറിയ കുട്ടിയെയും ചെറിയ കൊച്ചു പെൺകുട്ടിയെയും മടിയിൽ പിടിച്ചിരുന്നു. ആ സഹോദരിയുടെ കയ്യിൽ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. റിപ്പോർട്ട് ലേനെ കെ ബാദ് ഉസേ ഫോട്ടോ കോപ്പി കർവാനി ദി, റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അവൾക്ക് അതിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കേണ്ടി വന്നു. വഹ് പൈസ ഡൂണ്ടനെ ലഗി, അവൾ പൈസ തിരയാൻ തുടങ്ങി. ജേബ് മേ പൈസ നെഹീം ധേ, പോക്കറ്റിൽ പൈസ ഉണ്ടായിരുന്നില്ല. ഊപ്പർ അസ്പതാൽ കെ ചൗദേ തല്ലേ മേം ഹി ചോട്ടി ഗയേ ദേ, മുകളിൽ ഹോസ്പിറ്റലിൻ്റെ 4ാം നിലയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പൈസ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. താഴെ വേറെ സ്ഥലത്തേക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി, റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ അത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പൈസയില്ല. ഓക്കെ, അങ്ങനെ ആ ഒരു സമയത്ത് ഉസ്നെ ദുകാൻദാർ സെ കഹ, അവൾ ആ കടക്കാരനോട് പറഞ്ഞു, കി വഹ് കുച്ച് ദേർ മേ പൈസ ലാക്കർ ദേ ദേഗി, കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ പൈസ കൊണ്ടുവരാമെന്ന് അവൾ പറഞ്ഞു. ഉസേ ഫോട്ടോ കോപ്പി ചാഹിയെ, എനിക്ക് ഫോട്ടോ കോപ്പി വേണം. ജരൂരി ഹേ, അത്യാവശ്യമാണ്, നിർബന്ധമാണ്. പർ ദുക്കാൻദാർ ആനാക്കാനി കർത്താധിക, എന്നാൽ പക്ഷേ കടയുടമ മടിച്ചു നിന്നു. അയാൾ കേട്ട ഭാവം നടിച്ചില്ല. അയാൾക്ക് തരാനൊരു ഇഷ്ടമില്ലാത്ത പോലെ അയാൾ മടിച്ചു നിന്നു. തബി പാസ് ഘടെ ഏക് ലഡ്കേനെ ഉസേ ഉസ്കി ഫോട്ടോ കോപ്പി കെ ബി പൈസെ ജമാ കർ ദിയേ, അപ്പോഴാണ് അടുത്ത് നിൽക്കുന്ന ഒരു ആൺകുട്ടി അവളുടെ ഫോട്ടോ കോപ്പീൻ്റെ പൈസയും കൂടി എന്ത് ചെയ്തു, ശേഖരിച്ചിട്ട് കൊടുത്തു. ബഹൻ ഉസേ പലട്ട് കർ കുച്ച് കഹത്തി, പക്ഷേ എന്നിട്ട് സഹോദരി അവൻ്റെ നേരെ തിരിഞ്ഞിട്ട് എന്തോ പറഞ്ഞു. ലേക്കിൻ വഹ് ഭീഡ് മേം ഗായബ് ഹോ ചുക്കത, അപ്പോഴേക്കും എന്നാൽ അവന് ആ തിരക്കിനിടയിൽ അപ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ അപ്രത്യക്ഷനായിട്ടുണ്ടായിരുന്നു. എന്തോ പറയാൻ വേണ്ടി നിന്നപ്പോഴേക്കും അവൻ എന്തിട്ടുണ്ട്, അവിടെ നിന്നും അപ്രത്യക്ഷനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആൺകുട്ടിയാണ് അവളുടെ ഫോട്ടോ കോപ്പീൻ്റെ പൈസ കൊടുത്തത്. ഓക്കെ, പിറ്റേന്ന് ഹോസ്പിറ്റലിൽ നിന്നുണ്ടായ ഒരു അനിയത്തിക്കുണ്ടായ ഒരു അനുഭവമാണ് ജസിന്ത കെർക്കറ്റ് പങ്കുവെച്ചത്. ഇനി വേറൊരു അനുഭവം, ഹോസ്പിറ്റലിൻ്റെ പുറത്തുണ്ടായ മറ്റൊരു അനുഭവമാണ് പറയാൻ പോണത്. മേം ഷാം അസ്പതാൽ കെ ബാഹർ ചായ് പീനെ നിക്കലി, ഞാൻ വൈകുന്നേരം ചായ കുടിക്കാൻ ആശുപത്രീൻ്റെ പുറത്തേക്ക് പോയി. ആംഖേം ദുഃഖ് രഹീം ദി, കണ്ണുകൾ വേദനിക്കുന്നുണ്ടായിരുന്നു. ചായ് വാലേ കോ കഹ, ചായക്കടക്കാരനോട് പറഞ്ഞു, ചോട്ടെ കപ്പ് മേം ചായ് ദീജിയേഗ, ചെറിയ കപ്പിൽ ചായ തന്നാലും, ചെറിയ കപ്പിൽ ചായ തരുമെന്ന് പറഞ്ഞു. ഉസ്നെ ബഡേ കപ്പ് മേം ചായ് ദേ ദി, അദ്ദേഹം ഒരു വലിയ കപ്പിൽ ചായ തന്നു. ഭയ്യ ചോട്ടാ കപ്പ്, സഹോദര ചെറിയ കപ്പ്. ഫിർ മേം നേ കഹ, ഞാൻ വീണ്ടും പറഞ്ഞു, ചെറിയ കപ്പിലാണ് ചായ ചോദിച്ചതെന്ന് നമ്മുടെ ജസിന്ത കെർക്കറ്റ് വീണ്ടും പറഞ്ഞു. പീജിയേനെ ആപ്പ്, ദയവായി ഇത് കുടിക്കൂ, താങ്കൾ ഇത് കുടിച്ചോളൂ എന്ന് പറയാണ്. കഹക്കർ വഹ് കിസി സേ ബാത് കർനെ മേ വ്യസ്ത് ഹോ ഗയാ, ദയവായി ഇത് കുടിക്കൂ എന്നും പറഞ്ഞ് അയാൾ ആരോടോ സംസാരിക്കുന്ന തിരക്കിലായി. മേം നേ ചായ് പീലി, ഞാൻ ചായ കുടിച്ചു.
അയാൾ ചെറിയ കപ്പിലൊന്നും മാറ്റി കൊടുത്തില്ല, അതെന്നെ കുടിച്ചോളൂ എന്നും പറഞ്ഞിട്ട് അയാൾ വേറെ ആരോടോ സംസാരിക്കാൻ പോയി. അപ്പം എന്ത് ചെയ്തു, ജസിന്ത കർക്കേറ്റ ആ ചായ കുടിച്ചു. ഫിർ വഹ് മേരി തരഫ് പലട്ട് കർ ബോല, എന്നിട്ട് അദ്ദേഹം അവളുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, കോയി അസ്പത്താൽ മേം അഡ്മിറ്റ് ഹേ ക്യാ, ആരെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടോ? മേം ने सोचा कि मेरे पीछे कोई होगा, ഞാൻ വിചാരിച്ചു എൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടാവും. ഷായത് ഉസി സേ പൂച്ചേ രഹാ ഹോ, അവരോടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, ചിലപ്പം അവരോടായിരിക്കും ചോദിക്കുന്നതെന്ന് വിചാരിച്ചു. ഉസ്നെ ഫിർ കഹ, അദ്ദേഹം വീണ്ടും പറഞ്ഞു, ആപ്സെ പൂച്ച് രഹാഹും, ഞാൻ നിങ്ങളോട് തന്നെയാണ് ചോദിക്കുന്നത്. മേം ആപ്കോ ഹമേഷ പഠിത്താഹും, ഞാൻ നിങ്ങളുടെ എപ്പോഴും വായിക്കാറുണ്ട്. ബഹുത്ത് അച്ചാ ലഗ്താഹും, വളരെ നന്നായിട്ട്, എനിക്കത് വളരെ ഇഷ്ടമാണ്, വളരെ നന്നായിട്ട് തോന്നുന്നുണ്ടെന്ന് ഈ ചായക്കടക്കാരൻ ഈ ജസിന്ത കർക്കേറ്റിനോട് പറഞ്ഞു. ഹോസ്പിറ്റലിൽ ആരെങ്കിലും അഡ്മിറ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ വിചാരിച്ചു ബാക്കിലുള്ള ആൾക്കാരോടാവുന്നു, പക്ഷേ അവളോട് തന്നെയാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് അവളെ മുമ്പ് പരിചയമുണ്ട്, കാരണം അവൾ എഴുത്തുകാരിയാണല്ലോ, അപ്പോൾ പുസ്തകമൊക്കെ വായിക്കാറുണ്ടെന്ന് പറഞ്ഞു. മേം നെ ഉസ്സേ ശുക്രിയ കഹ, ഞാൻ അദ്ദേഹത്തോട് താങ്ക് യു പറഞ്ഞു, നന്ദി പറഞ്ഞു. ഫിർ ചായക്ക് പൈസ ദേനെ ലഗി, എന്നിട്ട് ചായൻ്റെ പൈസ കൊടുക്കാൻ തുടങ്ങി. വഹ് ഹാത്ത് ബാന്ദ് കർ ഉസി തരഹ് ഗഡാ രഹ, അദ്ദേഹം കൈ ഇങ്ങനെ ബാക്കിൽ കൈ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട്, കൈ ഇങ്ങനെ മുറുകെ പിടിച്ച് കൈകൾ കെട്ടിയിട്ട നിലയിൽ ഇങ്ങനെ അവിടെ തന്നെ അവളുടെ നേരെ നിൽക്കുന്നുണ്ടായിരുന്നു. ബഹുത്ത് ജിദ് കർനെ കെ ബാദ് ബി ഉസ്കെ ബന്ദേ ഹാത്ത് ഗുലേ നഹീം, എത്ര നിർബന്ധിച്ചതിൻ്റെ ശേഷവും അദ്ദേഹം ആ കെട്ടിയ കൈകൾ ഇങ്ങനെ തുറന്നില്ല. മേം നെ ചായ് കെ ലിയെ ഉസേ ശുക്രിയെ കഹ, ഞാൻ അദ്ദേഹത്തോട് ആ ചായക്ക് വേണ്ടിയിട്ട് നന്ദി പറഞ്ഞു. അവർ അസ്പത്താൽ കെ ഭീത്തർ ചലി ഗൈ, എന്നിട്ട് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോയി. ദേഖ അസ്പത്താൽ കെ ഭീത്തർ ഔർ ബാഹർ അപ്പിനി അപ്പിനി അലഗ് ദുനിയ ഹേ, നോക്കൂ, പിന്നെ ആശുപത്രീൻ്റെ അകത്തും പുറത്തും വ്യത്യസ്തമായ ഒരു ലോകമുണ്ടെന്ന് ഞാൻ കണ്ടു. എന്താണ് കണ്ടത്? അവിടെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലും പുറത്തും രണ്ടും രണ്ട് ലോകമാണ് അല്ലേ. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ പൈസ ചോദിച്ച് വാങ്ങുകയാണ് അല്ലേ, ഹെൽപ്പ് ചെയ്യുന്നില്ല. അതേപോലെ പുറത്ത് ഇയാളാണ് ചായൻ്റെ പൈസ വാങ്ങാനും കൂട്ടക്കുന്നില്ല. ഓക്കെ, രണ്ടും രണ്ട് ലോകമാണ്. ഓക്കെ, അഭാവ്, ബീമാരി, ഗരീബി, दुख के बीच भी साधारण लोगों ने अपने जीवन में दौड़ा दौड़ा प्रेम, दौड़ी दौड़ी आत्मीयता और मनुष्यता बचाकर रखी है. अभाव, बीमारी, गरीब, दुख के बीच, दौर्लभ्യം, രോഗം, ദാരിദ്ര്യം, ദുരിതം, ദുഃഖം എന്നിവയ്ക്കിടയിലും സാധാരണ ലോകോംനെ അപ്പിനെ ജീവൻ മേം, സാധാരണ ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ ദോടാ ദോടാ പ്രേം, അല്പം സ്നേഹവും, ദോടി ദോടി ആത്മീയത, അല്പം അടുപ്പവും, അവർ മനുഷ്യത ബച്ചാക്കർ രഗിഹേ, അല്പം മനുഷ്യത്വവും സംരക്ഷിക്കുന്നുണ്ട്, അവരത് സൂക്ഷിച്ചു പോകുന്നുണ്ട്. ഉന്നെ ദേഖത്തെ ഹുയി സോച്തി ഹും കി ധർത്തി മേം പ്രേം സബ്സെ താക്കത്വർ മൂല്യ ഹേ, അവരെ നോക്കുമ്പോൾ ഭൂമിയിലെ ഏറ്റവും ശക്തമായ മൂല്യം സ്നേഹമാണെന്ന് ഞാൻ കരുതുന്നു. യഹി ഇൻസാൻ കെ ഭീതർ സമർപ്പൺ ലാ സക്തി ഹേ, ഇതാണ് ഒരു മനുഷ്യരിൽ സമർപ്പണം കൊണ്ടുവരുന്നത്. നെക്സ്റ്റ്, ഔർ യഹി അതിരിക്ത് പാനെ കെ ലാലച്ച്, उसके लिए एक दूसरे पर हमले, एक दूसरे पर अविश्वास और हिंसा सबको खत्म कर सकता है. और यही अतिरिक्त पाने के लालच, കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ അത്യാഗ്രഹം, ഉസ്കെ ലിയെ ഏക് ദൂസരെ പർ ഹംലെ, അതിനായി പരസ്പരം ആക്രമിക്കൽ, ഏക് ദൂസരെ പർ അവിശ്വാസ്, പരസ്പരം അവിശ്വാസം, ഔർ ഹിംസ സബ്കോ ഖത്തം കർ സക്താ ഹേ, അക്രമം എന്നിവയെല്ലാം നശിപ്പിക്കും. ഇസ് ധർത്തിക്കോ പ്രേം കെ സിവ ഔർ കുച്ച് നെഹീം ബച്ചാ സക്താ, സ്നേഹമല്ലാതെ മറ്റൊന്നും ഈ ഭൂമിയിൽ അവശേഷിക്കുന്നില്ല, ഈ ഭൂമിയിൽ സ്നേഹമല്ലാതെ മറ്റൊന്നിൽ നിന്നും രക്ഷിക്കാൻ കഴിയില്ല. ഓക്കെ,
ഇത്രയും സ്നേഹത്തിനെ കുറിച്ചിട്ടുള്ള, സ്നേഹത്തിൻ്റെ വിലയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു ഡയറിയാണ്. ഓക്കെ, ജസിന്ത കർക്കറ്റൻ്റെ ഹോസ്പിറ്റലിൽ 2 ദിവസം നിന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങളാണ്. ഒന്ന് ജസിന്ത കർക്കറ്റൊക്കെ ഉണ്ടായ അനുഭവം ഫസ്റ്റത്തത്. സെക്കൻഡ് നമ്മുടെ പിറ്റേന്ന് അനിയത്തിക്ക് ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞു. പിന്നെ വൈകുന്നേരം ജസിന്ത കർക്കറ്റ് ചായക്കടയിൽ പോയപ്പോഴും പങ്കുണ്ടായ ഒരു അനുഭവം പങ്കുവെച്ചു. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ഡയറിയിൽ കൊടുത്തിട്ടുള്ളത്.